അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സമസ്തയിലെ നേതാക്കന്മാർ, അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സാധാരണക്കാരിലേക്ക് തെറ്റിദ്ധാരണകൾ വരുത്തുന്ന രൂപത്തിലുള്ള ചില പ്രചരണങ്ങൾ നടത്തുന്ന മുർക്കാങ്കടയിലെ തങ്ങളെ, ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ തരീക്കത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കക്കാട് മുഹമ്മദ് ഫൈലി അവറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തരീക്കത്തും അതിൻ്റെ വിഷയങ്ങളൊക്കെ ഒരുപാട് നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. അവിടെ ആ കാലഘട്ടത്തിൽ സമസ്തയുടെ നേതാക്കന്മാരിൽ താഴെക്കടയിലുള്ള നേതാക്കന്മാരായ നമ്മുടെ ആർ വി കുട്ടിയാസൻ ദാരിമി, അസലാം ദാരിമി, അങ്ങനെ പ്രമുഖരായ നമ്മുടെ കുട്ടിയാസൻ ദാരിമിയുടെ അനിയൻ നമ്മുടെ ദാരിമി, അതായത് അദ്ദേഹത്തിൻ്റെ പേരിനോട് മറന്നുപോയി, രണ്ടാമത്തെ അനിയനാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. വേറെയും സമസ്തൻ്റെ ഒരു പല ആളുകളും ഭാഗത്തുനിന്ന് അത് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ വന്നതായിട്ട് എനിക്കറിയാം. അപ്പോൾ അവിടെ ക്ലീൻ ഷേവ് ചെയ്യുക എന്ന് പറയാൻ ഹലാലാക്കിയിട്ടില്ല, സ്വർണ്ണടൽ ഹലാലാക്കിയിട്ടില്ല, ഫോട്ടം വെക്കൽ ഹലാലാക്കിയിട്ടില്ല. ഫോട്ടം വെക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉപ്പാൻ്റെ പാണക്കാട്ട് കൊടപ്പനക്കലെ തറവാട്ടിലെ പൊന്നു ശിഹാബ് തങ്ങളുടെ ഫോട്ടോ അവിടെ ഇല്ലേ? പൂക്കോയ തങ്ങളുടെ ഫോട്ടോ അവിടെ ഇല്ലേ? സയ്യിദ്, നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെ മേഖലകളിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ഫോട്ടോകളില്ലേ? നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെയൊക്കെ ഫോട്ടോകൾ നിങ്ങളുടെ കൈകളില്ലേ? അതുപോലെ ദസൂക്കിയ തരീക്കത്തിൻ്റെ ആളുടെ ഷേഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ ആരാധിക്കാനല്ല, അത് കാണാൻ, ഒരു മിസ്രിലൊന്നും പോവാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി കാണാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഇവിടെ കാണാം എന്നുള്ള മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വ്യാജമായ പെണ്ണുങ്ങളെ കൂവി സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്ന മണ്ടത്തരം പറയുന്ന ഇയാളെ എന്താ പറയേണ്ടത് അറിയില്ല. ഇയാളെ നമ്പർ ഒന്ന് തന്നാൽ നേരിട്ട് ഇയാൾക്ക് കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരിട്ട് കൊടുക്കേണ്ടതൊക്കെ നേരിട്ട് തന്നെ കൊടുത്തോളി, അതിനൊന്നും യാതൊരു വിരോധമില്ല. നിങ്ങൾ രണ്ടാളും കൂടി തീർത്താൽ മതി. പക്ഷേ ഇവിടെ പൊതുസമൂഹത്തിലേക്ക് ഇറക്കി വിട്ട ഒരു മെസ്സേജ് ഉണ്ട്. ഈ എക്കോ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണ് എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ആദ്യം അദ്ദേഹം എടുത്ത ആ നിലപാടായിരുന്നു ശരി. സമസ്ത പഠിക്കട്ടെ, സമസ്ത തീരുമാനം പറയട്ടെ. പക്ഷെ പറയാൻ അയാൾ യോഗ്യനല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തുകൊണ്ട് യോഗ്യനല്ല എന്നുള്ളത് ഈ വീഡിയോൻ്റെ അവസാനത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പഠിക്കട്ടെ, പഠിച്ചിട്ടൊരു അഭിപ്രായം പറയട്ടെ. അതിനുശേഷം അതിൻ്റെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ എന്താണോ സമസ്ത പറയുന്നത് അത് പിന്നെ സമർത്ഥിക്കുക, അല്ലെങ്കിൽ ആ പറഞ്ഞത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ ജനങ്ങൾക്ക് സമർത്ഥിച്ച് മനസ്സിലാക്കി കൊടുക്കുക, ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുക എന്നുള്ളതാണ് പാവങ്ങളായ താഴെ തട്ടിലുള്ള നമ്മളെപ്പോലത്തെ ആളുകളുടെ ദൗത്യം എന്ന് പറയുന്നത്. ഓക്കെ, അതിനു മുമ്പ് സമസ്ത അഭിപ്രായം പറയുന്നതിന് മുമ്പ് കയറി അവിടെ മിസ്റിൽ വരെ പോയ ആളുകളെ കണ്ട് മൂപ്പര് അഭിപ്രായം സ്വരൂപിച്ച് സമൂഹത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന കാര്യം കൃത്യമായി പ്രൂഫിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു കൊടുക്കേണ്ടത് ഈ എക്കോ തങ്ങളുടെ ബാധ്യതയാണ്. മുർക്കാൻ തങ്ങൾ എന്നാണ് അയാളെ വിളിച്ചത്, മുർക്കാൻ കടയിലെ തങ്ങളെന്നു. അങ്ങനെ ഒരു മുർക്കാൻ കടയിൽ ഇയാൾ നിൽക്കുന്ന വിവരം ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മുർക്കാൻ കടയിൽ നിന്നാണോ ഈ കാര്യങ്ങളൊക്കെ സമസ്തക്കെതിരെയും മറ്റൊക്കെ നിങ്ങൾ വിളിച്ചു പറയുന്നത് എന്ന് കൂടെ വ്യക്തമാക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിപ്പോൾ ആർക്കെതിരെയാണെങ്കിലും ആരോപിക്കപ്പെട്ട കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കണം. നമ്മളിപ്പോൾ മുജാഹിദുകൾക്കെതിരെയാണ് ഒരു കാര്യം, ഇനി യുക്തിവാദികൾക്കെതിരാണ് ഒരു കാര്യം പറയുന്നതെങ്കിൽ സത്യസന്ധമായിരിക്കണം. അതാണല്ലോ ഇസ്ലാമിൻ്റെ നിലപാട്, സത്യസന്ധമായിരിക്കണം. ഏതെങ്കിലും ത്വരീഖത്തുകാർക്കെതിരെയാണെങ്കിൽ പോലും അത് സത്യസന്ധമായിരിക്കണം. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളിൽ സത്യമില്ല എന്നാണ് ഇപ്പോൾ ഈ ആള് കക്കാട് ത്വരീഖത്തിൻ്റെ വക്താവായി കൊണ്ട് ഈ എക്കോ തങ്ങൾക്ക് മറുപടി പറഞ്ഞ ആൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ കൈ കൊടുക്കലും അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് കൈ കൊടുക്കലും പെണ്ണുങ്ങൾ വരവേൽക്കുമ്പോൾ ശബ്ദമുണ്ടാക്കി വരവേൽക്കുക തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഈ എക്കോ പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇല്ലാത്തതാണ് എന്ന് പറയുമ്പോൾ അത് ഉള്ളതാണെന്ന് പ്രൂഫ് അടിസ്ഥാനത്തിൽ തെളിയിക്കണം, തെളിവ് സഹിതം കാണിക്കണം.
അതിനോടൊപ്പം ഈ എക്കോക്കുള്ള മറുപടിയിൽ ഒരു കാര്യം കൂടെ വ്യക്തമായിട്ടുണ്ട്. ഇതിലൊരു ആൾ കൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതായത് പറ്റിയ ടീം തന്നെയാണ്. കുട്ടിയാസൻ ദാരിമി എന്ന് പറയുന്ന ഇവരുടെ എക്കോ തങ്ങളുടെ സ്വന്തം വക്താവ് തന്നെ ഈ ത്വരീഖത്തുമായി ബന്ധപ്പെടലുണ്ട് എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. അപ്പോൾ അതിലും നിജസ്ഥിതി ഉണ്ടോ എന്ന് ഈ എക്കോ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു കൃത്യത വരുത്തേണ്ടതുണ്ട്. കുട്ടിയസൻ ദാരിമിയും അദ്ദേഹത്തിൻ്റെ അനിയനും. അപ്പോൾ സുഹാബികളുടെ കൂട്ടത്തിൽ ഏകദേശമൊക്കെ ഈ ത്വരീഖത്ത് പിടിമുറുക്കി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇപ്പോൾ അവിടെ നടക്കുന്നത് സുഹാബികൾക്കിടയിൽ പട നടക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് രണ്ട് വിഭാഗം, ഒന്ന് ത്വരീഖത്ത് വിഭാഗവും കക്കാട് വിഭാഗവും, ഒന്ന് നദി വിഭാഗവും കുരിയാട് വിഭാഗവും ആണ്. അതായത് ഈ എക്കോനെ ഇതുമിങ്ങനെ ഇയാൾ ഇത് ഇങ്ങനെ വന്ന് പറയുന്നതും ഇയാൾക്ക് ഈ വിവരങ്ങൾ കൊടുക്കുന്നതിനൊക്കെ പിന്നിൽ കൃത്യമായിട്ടൊരു അജണ്ട നടപ്പിലാക്കുന്നുണ്ട്. ഇയാളൊരു ഒരു സ്പീക്കർ മാത്രമാണ്. അതിന് വിവരം കൊടുക്കുന്ന ആളുകൾക്ക് ചില താല്പര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇയാൾക്ക് വിവരം കൊടുക്കുന്ന ആളുകൾക്ക് ചില താല്പര്യങ്ങളുണ്ട്. അതായത് മുഷാവറയിൽ നടന്ന വിവരങ്ങൾ പോലും പണ്ട് ഇയാൾ പറയാറുണ്ടതിന്. പിന്നീട് അത് ആ ഒരു വിവാദത്തിന് ശേഷം പിന്നീട് അത് അദ്ദേഹത്തിന് കിട്ടലില്ല. ഇപ്പോൾ കഴിഞ്ഞ മുഷാവറയിൽ നടന്ന കാര്യങ്ങളൊന്നും മൂപ്പർക്ക് ശരിയായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പം അത് കിട്ടലില്ല. അത് പുറത്തായതിന് ശേഷം അന്ന് ഒരു വിവാദം നടന്നല്ലോ, ഫോൺ കോൾ ചോർന്നതിന് ശേഷം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പുറത്ത് ഇയാൾ വിടലില്ല. അപ്പോൾ ഇതിന് പിന്നിലൊക്കെ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തം. അപ്പോൾ അവരാണ് ഇയാളെ പിരികേറ്റി വിടുന്നത് എന്നതും വ്യക്തം. അപ്പോൾ അവരൊക്കെ ഇവരുടെ ഉള്ളിലുള്ള ആളുകൾ തന്നെയാണ് എന്നതും ശരിയാണ്. അപ്പോൾ ഇവർ തമ്മിലാണ് ഈ ഫൈറ്റ് നടക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തണം. ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുമെന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളത് സമസ്തക്ക് വിട്ടേക്ക്. സമസ്ത അത് പഠിക്കാൻ കുറച്ച് സാവകാശം എടുക്കും എന്നത് ശരിയാണ്. പക്ഷെ പറയുന്നത് കൃത്യമായിരിക്കണം. CAC വിഷയത്തിൽ പറഞ്ഞതൊക്കെ കറക്റ്റാണ് എന്ന് പിന്നീട് നടന്ന ഓരോ സംഭവങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. ഹക്കീം ഫൈസിയുടെ പത്രസമ്മേളനങ്ങളും അദ്ദേഹത്തിൻ്റെ ശേഷം വന്ന പ്രഭാഷണങ്ങളും ശേഷം വന്ന നിലപാടുകളും വരെ നമ്മളെ ബോധ്യപ്പെടുത്തി. എത്രത്തോളം അയാൾ മുജാഹിദിൻ്റെ വേദിയിൽ പോലും പോയി. സമസ്ത എടുത്തത് ഹക്കാണ്, സമസ്തയുടെ തീരുമാനം എന്ന് ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അപ്പോഴും പറഞ്ഞു. കുറേ ആളുകൾക്ക് ബോധ്യപ്പെടാൻ സമയമെടുത്തു. ഇനിയും കുറേ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, അതിനും സമയമെടുക്കും. പക്ഷേ സമസ്ത പറയുന്നത് കറക്റ്റായിരിക്കും. അത് പഠിച്ച് വർഷങ്ങളെടുത്തിട്ടാണെങ്കിലും പഠിച്ചിട്ടാണെങ്കിലും അതിനെക്കുറിച്ച് എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടാണെങ്കിലും സമസ്ത കറക്റ്റായിട്ടേ പറയുള്ളൂ. അതുകൊണ്ട് കക്കാട് ത്വരീഖത്തിനെക്കുറിച്ച് സമസ്തക്ക് കാതോർക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സമസ്ത എന്ത് പറയുന്നോ അത് അനുസരിക്കുക. സമസ്ത പഠിക്കട്ടെ. സമസ്ത പഠിക്കാനുള്ള സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച സ്റ്റാൻഡ് അത് തന്നെയാണ് കറക്റ്റ് എന്ന് ഒരിക്കൽ കൂടെ വ്യക്തമാകുകയാണ്. പിന്നെ എക്കോയിനോട് പറയാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ട് ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ കക്കാട് ത്വരീഖത്തിനെ കുറിച്ച് 3-4 കാര്യങ്ങൾ നിങ്ങൾ അതിഗൗരവമായ വിഷയങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതെങ്ങാനും നിങ്ങൾ തെളിയിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വേറെ ഇരിക്കാരം. അതേതുപോലെയാകുമെന്ന് ചോദിച്ചാൽ ഈ കേൾക്കാൻ പോകുന്ന ക്ലിപ്പ് പോലെ അതാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കി. എല്ലാവരോടും കൂടിയാണ് എൻ്റെ ഇപ്പോഴത്തെ ഓർമ്മപ്പെടുത്തൽ. 100ാം വാർഷികത്തിൻ്റെ ഫണ്ട് സമാഹരണവുമായി ഒരു കാരണവശാലും ഈ പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മുടെ ഈ ഉലമാ ഉമറ ബന്ധം കെട്ടുറപ്പിനെ ഒരുമിച്ച് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ഒരു മദ്രസ മാനേജ്മെൻറ്റും ഇതുമായി സഹകരിക്കേണ്ടതില്ല എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. കൃത്യമായി തന്നെ ഈ ഫണ്ട് സമാഹരണങ്ങളുമായി 100ാം വാർഷികത്തിന് മുന്നോട്ടുള്ള പോക്കുമായി ഒരു കാരണവശാലും സഹകരിക്കേണ്ടതില്ല എന്ന് ഒരിക്കൽ കൂടി വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വിനയത്തോടുള്ള ഓർമ്മപ്പെടുത്തൽ കേട്ടിട്ട്? ഒരുപാട് മഹല്ലുകളാണ് ഇതിൽ നിന്ന് വിട്ടു നിന്നത്. അതുകൊണ്ടാണ് 40 കോടി 46 കോടിയിലേക്ക് അടിച്ചു കയറിയത്. പറയുമ്പോൾ മഹ്റജിൽ നിന്ന് മഹല്ലുകൾ എന്നൊക്കെ പറയും. ഒരു മഹല്ലും നിങ്ങളെ കക്ഷത്തില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു എന്ത് 100ാം വാർഷികവും അതിൻ്റെ ഫണ്ട് സമാഹരണവും.
ഇപ്പം ഈ കക്കാടിനെതിരെ പുറത്തുവിട്ട ഈ തെളിവുകളും അതുപോലെ ആകരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണുള്ളത്. സുമേഷ കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ കറക്കടാ.